ഓരോ ടൂറിസം മേഖലയെയും വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ കാഴ്ചകളുടെ വൈവിധ്യമാണ്. വ്യൂ പോയിന്റുകളും അരുവികളും കാടും വെള്ളച്ചാട്ടവും ടണലുമൊക്കെയായി വ്യത്യസ്തമായ കാഴ്ചാനുഭവങ്ങളും ഓഫ് റോഡ് യാത്രയുടെ നവ്യാനുഭവങ്ങളും കൂടി ചേർന്ന കപ്പക്കാനം എക്കോ ടൂറിസം മേഖലയിൽ ഉൾപ്പെട്ട ഉളുപ്പുണി വെള്ളച്ചാട്ടത്തിലേക്കാണ് നേച്ചർ പാർക്ക് ഇന്ന് എത്തി നിൽക്കുന്നത്. കപ്പക്കാനം വെള്ളച്ചാട്ടം എന്നും ഇതിനെ അറിയപ്പെടുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ എത്തിച്ചേർന്ന കപ്പക്കാനം 2ാം വ്യൂ പോയിന്റിൽ നിന്നും ഇറങ്ങി അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. യാത്ര വീണ്ടും കൂടുതൽ രസകരമാവുകയാണ്. കാടിൻ്റെ വശ്യതയും വൻ കുഴികൾ നിറഞ്ഞ മൺവഴികളിലൂടെയുള്ള ജീപ്പ് യാത്രയും ത്രസിപ്പിക്കുന്നവയാണ്. ഇടവഴികൾ പലതും താണ്ടി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ആറിൻ്റെ തീരത്താണ്. ഈ ആറ് മുറിച്ചു കടന്നു വേണം നമുക്ക് യാത്ര തുടരുവാൻ. ഈ ഒഴുകുന്നത് കപ്പക്കാനം ആറാണ്. മലമുകളിലെ കുഞ്ഞു അരുവികളും തോടുകളും ചേർന്ന് 66 എന്ന ആറ് രൂപം കൊള്ളുന്നു. കോട്ടമല 1ാം ഡിവിഷന് സമീപമാണ് 66 എന്ന ആറിൻ്റെ തുടക്കം. ഇതിനോടൊപ്പം മറ്റു ചില നീർച്ചാലുകളും കൂടി ചേർന്ന് കപ്പക്കാനം താണ്ടുമ്പോൾ കപ്പക്കാനം ആറായി മാറുന്നു. ഈ പരന്നൊഴുകുന്ന ആറിന് കുറുകെ ജീപ്പിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. മഴ പെയ്ത് വൻ കുത്തൊഴുക്ക് ഇല്ലാത്ത സമയങ്ങളിൽ അതീവ രസകരമായ ഒരനുഭവമാണ് ഈ റിവർ ക്രോസിംഗ്. വശങ്ങളിൽ വെള്ളം ചിന്നിച്ചിതറിച്ച് ആറ് മുറിച്ച് കടന്ന് വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് പോയി. ആ യാത്ര ചെന്നെത്തിയത് ഒരു മനോഹരമായ പ്രദേശത്താണ്. ഉളുപ്പുണി വന്യജീവി സങ്കേതത്തിലെ കപ്പക്കാനം ഇക്കോ ടൂറിസം മേഖലയിലെ ഉളുപ്പുണി വെള്ളച്ചാട്ടം. വളരെ രസകരമായ ഒരു വെള്ളച്ചാട്ടമാണിത്. ഇതിനോടകം സഞ്ചാരികളുടെ ഒരിഷ്ടകേന്ദ്രമായി മാറിയ ഇവിടെ വെള്ളം കുറയുമ്പോൾ കുളിക്കാനും സാധിക്കും. നമ്മൾ നേരത്തെ മുറിച്ചു കടന്ന കപ്പക്കാനം ആറ് തന്നെയാണ് ഈ വെള്ളച്ചാട്ടം വഴി താഴേക്കൊഴുകുന്നത്. ഇവിടെ 2 ആറുകൾ സംഗമിക്കുകയാണ്. ഉളുപ്പുണി ടണൽ വഴി പുറത്തേക്കൊഴുകുന്ന കൂട്ടിയാറും കപ്പക്കാനം ആറും ഈ ഭാഗത്ത് സംഗമിച്ച് ഒന്നായി ചേർന്ന് ഇടുക്കി, കുളമാവ് തുടങ്ങിയ ജലസംഭരണികളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലയിച്ച് അതിൻ്റെ ഭാഗമാകുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ മനോഹരമായ ദൃശ്യവിരുന്നൊരുക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അതിൽ വെള്ളച്ചാട്ടങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ആയിരക്കണക്കിന് വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും ഓരോന്നിനെയും രസിക്കുന്നതിൻ്റെ വ്യത്യസ്തത കൊണ്ട് ഓരോ വെള്ളച്ചാട്ടങ്ങളും വേറിട്ട അനുഭവം സമ്മാനിക്കുന്നു. അത്തരത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മികവാർന്ന ഉളുപ്പുണി വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യഭംഗിയുടെ മനോഹര കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഞങ്ങൾ ഉളുപ്പുണി ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.